ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ കൂട്ടായ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ SNDP ശാഖയിലെ പൂജ ചെയ്ത പൂജാരിയുടെ മകളാണ് ഞാൻ. 1994 യേശുവിനെ ഞാൻ ആദ്യമായി അറിയാൻ എനിക്ക് സാഹചര്യം കിട്ടിയത്. എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും മഞ്ഞപ്പിത്തം എന്ന മാരക രോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് എലിപ്പനിയായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ 1994 കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഏറ്റവും അത്യാസന്ന നിലയിൽ കഴിഞ്ഞ ആ ഒരു ദിവസം സന്ധ്യയോടടുത്ത സമയത്ത് രണ്ടുപേരെ ആശുപത്രിയിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നീയും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു: എന്നെ ദ്രോഹിച്ചോട് നീ കൂലി കൊടുക്കണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എനിക്ക് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം സഹോദരനോട് പോലും ക്ഷമിക്കാതെ സ്വന്തം അച്ഛനോട് ക്ഷമിക്കാതിരിക്കുന്ന സമയമായിരുന്നു ഞാൻ. ആ സമയത്തായിരുന്നു മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ എനിക്കൊരു അനുഭവം ആ ഇരുന്ന നിലയിൽ എനിക്ക് അങ്ങ് തോന്നിയത്. ഇത് എങ്ങനെയാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അവര് ഉടനെ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കട്ടിലിന്റെ അപ്പുറം നിന്നിട്ട് കൈ യാചനാരൂപം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അവർ ആദ്യം ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടു. അന്നത്തെ അവര് പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഇന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. അവര് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 19-20 തിരുവചനം, എവിടെ എന്റെ നാമത്തിൽ രണ്ടുപേർ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടാകുമെന്ന് അവര് യേശുവിനെ വിളിച്ചു പറഞ്ഞു. യേശുവിന്റെ നാമം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആദ്യം പറഞ്ഞു, യേശുവിന് നന്ദി പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം അവർ ഇങ്ങനെ പറഞ്ഞു, ഈ മകന് ഈ മാരക രോഗം കൊടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്റെ കൈ പിൻവലിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദുഷ്ടൻ ദൈവം, അവർക്കെന്താ നഷ്ടം? എന്റെ ഭർത്താവിനല്ലേ ഈ മാരക രോഗം പിടിപെട്ടത്, അതിന് ദൈവത്തിന് ഇവര് നന്ദി പറയുന്നു. ദൈവം ദുഷ്ടൻ ദൈവം, കണ്ണില്ലാത്ത ദൈവം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഇരുന്നു. ഞാൻ അവിടെ തന്നെ അങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിരുന്നു. പക്ഷെ ഇവര് എന്റെ പ്രാർത്ഥന എന്റെ കാര്യങ്ങൾ ഇവർക്ക് ആവശ്യമില്ലായിരുന്നു. അവരവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഈ മകന് ഈ മാരക രോഗം കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് 2-3 പ്രാവശ്യം യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി 2-3 പ്രാവശ്യം യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവര് അവിടെ നിന്ന് പോയി. എന്നാല് അന്ന് ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്താന്ന് വെച്ചാല് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ദിവസം പോലും ശരിയായി ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വേദനയും ദുഃഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത എത്രയോ ദിവസങ്ങളായ രാത്രികളുണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ആ നിമിഷം ഞാൻ അറിയാതെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൈക്ക് തട്ടി വിളിച്ചു പറഞ്ഞു, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അടുത്തുള്ള എല്ലാ ആൾക്കാരും ഉറങ്ങുന്നു. പക്ഷെ ഞാൻ ആ സിസ്റ്റർ അടുത്ത് ഓടി ചെന്നേച്ച് സിസ്റ്ററോട് ചോദിച്ചു, വെള്ളം കൊടുക്കാൻ പറ്റുമോ സിസ്റ്റർ എന്ന് ചോദിച്ചു. അങ്ങനെ സിസ്റ്ററും കൂടെ വന്ന് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവിനെ ശരിയായിട്ടൊന്ന് നോക്കി പിന്നെ ഉറങ്ങി. ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഞാൻ ഏങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. നേരം പ്രഭാതമായി കഴിഞ്ഞാൽ ഞങ്ങളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു അന്ന്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ രാവിലെ ഡോക്ടർമാർ വന്ന് എൻ്റെ ഭർത്താവിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പരസ്പരം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ ഭർത്താവ് മരിച്ചു പോകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വളഞ്ഞിരിക്കുന്ന ആ കമ്പിയെ മുറുക്കി പിടിച്ചു ഞാൻ വീഴാതിരിക്കാൻ. അതിനുശേഷം ഒരു ഡോക്ടറിനോട് തിരിഞ്ഞു പറഞ്ഞു, ഈ മകന് 80% കുറവുണ്ട് എന്ന്. ആ നിമിഷം എനിക്കൊരു എന്തോ ഒരു സമാധാനം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതെന്നുള്ള സമാധാനം എനിക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ കുട്ടി വീട്ടിലേക്ക് കൊണ്ടുചെന്നു. ഇളയ കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞിനും ഭയങ്കര പനിയായിരുന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രി പോകാൻ തുടങ്ങി. ആശുപത്രി ചെന്നു. പക്ഷെ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുവാൻ ഞാൻ കൂടത്തായി പൊട്ടനാനിക്കൽ കുടുംബം എന്ന് പറഞ്ഞ കുടുംബത്തിൽ പച്ചമരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. അങ്ങനെ ആ മരുന്ന് കൊടുത്തതിന് ശേഷം അവിടെ തളർന്നു കിടക്കുന്ന ഒരു അമ്മച്ചിയോട് പറഞ്ഞു, മോളെ നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകണമെന്ന്. ഞാൻ ഉടനെ തിരിഞ്ഞു ചോദിച്ചു, അവിടെ പോയാൽ എന്നോ കിട്ടുമെന്ന് ചോദിച്ചു. എന്നാലും എന്നോട് പറഞ്ഞു, നീ നിന്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഒന്നും നീ പ്രാർത്ഥിക്കരുത്,
അവിടെ ചെന്ന് കഴിഞ്ഞാല് ദൈവത്തിന്റെ കരുണ നിനക്ക് ലഭിക്കാൻ വേണ്ടി മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി എന്നോട് പറഞ്ഞു. അങ്ങനെ 1994 ഡിസംബർ 24-ാം തീയതി ആ ആഴ്ചയില് എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളും രണ്ടും കൂടെ കൂടി ഞങ്ങൾ ധ്യാനിക്കാൻ വന്നു. ധ്യാനിക്കാനായി കടന്നു വന്ന സമയത്ത് അവിടുത്തെ ഒരു ശുശ്രൂഷകളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ പാപത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും 10 കൽപ്പനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്റേതല്ലല്ലോ പാപം, അത് ഞാൻ ക്രിസ്ത്യാനിക്ക് മാറ്റിവെച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ പോലും കഴിയാതിരിക്കുന്ന അവസ്ഥ ബുധനാഴ്ച ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസമായി. അവിടെ നിന്ന് ഓരോ അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഓരോരുത്തർ സൗഖ്യം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇതിന്റെ ഉള്ളിൽ പണം കൊടുത്തിട്ട് ആൾക്കാരിങ്ങനെ ഇരുത്തിയിട്ട് ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ പറയുന്നതാണെന്നായിരുന്നു എന്റെ ധാരണ. എന്നാൽ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട പനക്കലച്ചൻ കൂടി പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് കണ്ണിന് കണ്ടുകൂടാ എന്നുള്ള ആ ചിന്ത എന്നെ അലട്ടി. അങ്ങനെ ഞാൻ ആ ധ്യാനത്തില് എന്റെ എല്ലാ വെറുപ്പും വിദ്വേഷവും എല്ലാം എടുത്തു നീക്കി യേശുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അറിവില്ലാത്തവളാണ് എന്ന് പറഞ്ഞ് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ നിമിഷം ഉറക്ക നിലവിളിച്ച് ഞാൻ കരഞ്ഞു, യേശുവേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് കരയുന്ന നിമിഷം എനിക്ക് യേശുവിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണടയ്ക്കാതെ തന്നെ സ്റ്റേജിന്റെ 2 ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന നിമിഷം എന്റെ വലതുവശത്തു നിന്ന് വലിയൊരു പ്രകാശം താഴേക്ക് ചൊരിയുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് അഗ്നിഗോളമായി അതിന്റെ മധ്യത്തിൽ ജ്വലിക്കുന്ന ക്രിസ്തു ഇതാ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ നോക്കി, ആ സമയത്ത് എന്റെ ശരീരം മുഴുവനും ഷോക്കടിക്കുന്ന ഒരു പ്രതീതി എനിക്കുണ്ടായി. എനിക്ക് പരിസരബോധം നഷ്ടപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ടായി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിനുശേഷം യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള സത്യത്തിലേക്ക് കടന്നു വന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. അതിനുശേഷമായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ വരുവുള്ളൂ, പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാണുകയുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കൂട്ടത്തിൽ കടന്നു വരുന്ന യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്ന് തെളിയിച്ചു. ഇതാ അതിനകത്ത് ഞാൻ ഈ ബൈബിളിൽ ഞാൻ എടുത്ത് വായിച്ച നിമിഷം ഇങ്ങനെ കണ്ടു. നമുക്ക് ഈ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 10-11 തിരുവചനം, ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുവെന്ന്. അതിനകത്ത് ഞാൻ കണ്ടില്ല ഒരു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത യേശു ക്രിസ്തു ആണെന്ന് തിരിച്ചറിഞ്ഞു. എന്നെ ശ്രമിക്കുന്ന എന്റെ സഹോദരങ്ങളെ, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ രക്ഷയില്ല എന്ന് തോന്നിയിടങ്ങളിൽ യേശു നിങ്ങളെ രക്ഷിക്കും. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്.